അല്ല, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ എന്നെ വിമർശിക്കാനൊരു സ്ഥാനത്തിരിക്കുകയാണ്. എന്നെ വിമർശിക്കാം, എൻ്റെ നടപടികളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ തിരിച്ച് അവർ പറഞ്ഞ ആ വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല. തിരിച്ച് അവരെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ പ്രായം, അവരിയ്ക്കുന്ന സ്ഥാനം ഒന്നും പറയില്ല. പക്ഷെ അവർ പറഞ്ഞ വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അതിനൊരു കോംപ്രമൈസും ഇല്ല. അത് ഞങ്ങളുടെ UDFന്റെ കൂടെ നിലപാടാണ്. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി തീർച്ചയായിട്ടും. അല്ല, അത് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ അവരുടെ പാർട്ടി ഇതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാവരുടെയും ഇതാണ്, ഈ ഗവൺമെന്റ് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ്, എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം. അല്ലാതെ ഒരാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇത്രക്ക് പച്ചക്ക് പറഞ്ഞ അല്ല, ഒരു മിനിറ്റ് പിന്നെ ഞാൻ പറയാം. അത് മതവിശ്വാസത്തെ പറ്റി പറയുന്നത്. ഈ തരം പച്ചക്ക് പറഞ്ഞ, പേര് നോക്കിയാൽ അറിയാം എന്ന് തുടങ്ങി ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ ചൂണ്ടിക്കാണിക്കാനേ കഴിയും. അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ അന്വേഷിച്ചോ. കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും കുഞ്ഞാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്യും. എല്ലാ മേഖലയിലും, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും CPM ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തു. UDF വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണോ? ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിൽ എങ്ങനെ ജയിക്കുന്നത്? 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്തും 65% മുനിസിപ്പാലിറ്റികളും 60% പഞ്ചായത്തുകളും കേരളത്തിൽ ജയിക്കുന്നത് എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. UDF എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ, മതങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. സംഘപരിവാർ അത് ചെയ്യുമ്പോൾ വിസ്മയമില്ല. കാരണം എന്താ, അവർ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുക. അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന CPM നേതൃത്വത്തിൽ ചെയ്യാണ്. പച്ചയ്ക്ക് വർഗീയത പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ. അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM തീപ്പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കിയോ? അപകടം. അല്ല, UDF എതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. UDF എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ, ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇഷ്ടമാവില്ല, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല. എല്ലാവരും ഇഷ്ടമാണ്. എന്നാൽ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. അത് UDF-നെതിരായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. UDF-നെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല. UDF ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ടീം UDF ആയി നിൽക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി നിൽക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.